സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ് മാത്സിലെ 3ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. പേജ് നമ്പർ 37, 38 ഇതിലെ പ്രോബ്ലംസാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. All blocks shown below are made up of cubes of side 1 cm. Calculate the volume of each. വശങ്ങളുടെ നീളം 1 സെൻറ്റിമീറ്ററായ സമചതുര കട്ടകൾ ചേർത്തുണ്ടാക്കിയ കുറേ ചതുരക്കട്ടകളുടെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഓരോന്നിൻ്റെയും വ്യാപ്തം കണക്കാക്കുക. ഇവിടെ തന്നിരിക്കുന്ന ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമചതുര കട്ടയുടെ അല്ലെങ്കിൽ ക്യൂബിൻ്റെ നീളം, വീതി, ഉയരം, അതായത് ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് ഇതെല്ലാം 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ തന്നിട്ടുള്ള ചിത്രങ്ങളിലുള്ള ഓരോ ബ്ലോക്കുകളുടെയും അതായത് ഓരോ ചെറിയ കട്ടകളുടെയും നീളം, വീതി, ഉയരം ഇതെല്ലാം 1 സെൻറ്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വരിയിൽ 4 കട്ടകളുണ്ട് അല്ലേ, 4 ബ്ലോക്കുകളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നീളങ്ങൾ നമ്മൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 ബ്ലോക്കല്ലേ, അപ്പോൾ 4 സെൻറ്റിമീറ്റർ വരില്ലേ. അതേപോലെ തന്നെ ഇതിൻ്റെ വീതി, ഈ ഒരു ഭാഗം ബ്രെഡ്ത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെയും വരും 4 എണ്ണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഹൈറ്റ് നോക്കാം. ഉയരം എന്ന് പറയുന്നത് ഇവിടെയും 4 ബ്ലോക്കുകളാണ് തന്നിരിക്കുന്നത് അല്ലേ. 4 ബ്ലോക്കുകൾ വരുമ്പോൾ ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ വോളിയം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ. വോളിയം കാണാനുള്ള ഇക്വേഷൻ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരമാണ്. നമുക്കിവിടെ നീളം തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ, വീതി ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ, ഹൈറ്റ് തന്നിട്ടുള്ളതും 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് ഈ 3 അളവും കൂടിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഗുണിച്ചാൽ മതി അല്ലേ. അപ്പോൾ നമുക്കിവിടെ എഴുതാം 4 ഇൻറ്റു 4 ഇൻറ്റു 4. 4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 16 വരുന്നത് അല്ലേ. ഇനി ഒരു 4 കൂടി ഇല്ലേ, അതിനും കൂടി നമുക്ക് ഗുണിക്കാം. അതായത് 16 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 4 24 ശിഷ്ടം 2 വരും, റിമൈൻഡർ 2 വരും. 4 ഇൻറ്റു 1 4 പ്ലസ് 2 6 വരും അല്ലേ. അപ്പോൾ 64 ഈ ഒരു തന്നിട്ടുള്ള ആ ഒരു ചിത്രത്തിലുള്ള ക്യൂബിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അതായത് വ്യാപ്തം എന്ന് പറയുന്നത് 64 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ്. മനസ്സിലായല്ലോ. സെക്കൻഡ് ഫിഗർ നമുക്ക് നോക്കാം. സെക്കൻഡ് ഫിഗറിൻ്റെ നീളം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. അതായത് ഇവിടെ 2 ബ്ലോക്കുകളേ ഉള്ളൂ, അതായത് 1, 2. അപ്പോൾ ഇതിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ. വീതി നോക്കാം. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടെ 2 ബ്ലോക്കല്ലേ ഉള്ളൂ, 1, 2. അപ്പോൾ 2 സെൻറ്റിമീറ്റർ. ഇനി നമുക്കിതിൻ്റെ ഉയരം നോക്കാം. ഹൈറ്റ് 1, 2, 3 സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു ബ്ലോക്കിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊക്കെ ഇവിടെ നിന്ന് എഴുതി നോക്കാം. അതായത് ലെങ്ത്ത് നീളം എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് വീതി എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഉയരം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ. വോളിയം വ്യാപ്തം ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. ഇവിടെ തന്നിരിക്കുന്ന അളവുകളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. ലെങ്ത്ത് 2 ആണ്, ബ്രെഡ്ത്ത് 2 ആണ്, ഹൈറ്റ് 3 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 12 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ള രണ്ടാമത്തെ ഫിഗറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. തേർഡ് ഫിഗർ തന്നിരിക്കുന്നത് ഇതാണ്. നമുക്ക് ഇതിൻ്റെ നീളം നോക്കണം. അപ്പോൾ ഇവിടെ എത്ര ബ്ലോക്കുകളുണ്ട് നമുക്ക് എണ്ണി നോക്കാം. അതായത് ഇവിടെ 1, 2, 3, 4. അപ്പോൾ 4 ബ്ലോക്കുകളുള്ളപ്പോൾ ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് വീതി നോക്കാം. 1, 2, 3 എണ്ണേ ഉള്ളൂ അല്ലേ. അപ്പോൾ 3 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. ബ്രെഡ്ത്ത്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് നോക്കാം. 1, 2, 3. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്കതൊക്കെ ചെയ്താലോ. ലെങ്ത്ത് നീളം എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് വീതി 3 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഉയരം 3 സെൻറ്റിമീറ്റർ. ഇക്വേഷൻ വരുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം. 4 ഇൻറ്റു 3 ഇൻറ്റു 3. 4 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 12 വരുന്നത്. 12 ഇൻറ്റു 3 ഇവിടെ നമുക്ക് ഗുണിച്ച് നോക്കാം. 3 ഇൻറ്റു 2 6 വരും, 3 ഇൻറ്റു 1 3 വരും. അപ്പോൾ 36 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് മൂന്നാമത്തെ ഫിഗറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. അടുത്ത ഫിഗർ ഇതാണ്. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6, 7 ചെറിയ കട്ടകളുണ്ട് അല്ലേ, ചെറിയ ബ്ലോക്കുകളാണുള്ളത്. അപ്പോൾ നീളം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഓരോന്നിൻ്റെയും നീളം എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ വെച്ചാണ്. അപ്പോൾ ഇവിടെ 7 ഉള്ളത് കൊണ്ട് 7 സെൻറ്റിമീറ്റർ ആണ് നീളം.
വീതി നോക്കുന്നത് രണ്ടെണ്ണമാണ് അല്ലേ? അപ്പോൾ 1 2 അപ്പോൾ 2 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വീതി. ഉയരം നോക്കാം 1 2 3 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഉയരം വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ലെങ്ത്ത് നീളം എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് വീതി 2 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഉയരം 3 സെൻറ്റിമീറ്റർ. വോളിയം കാണാൻ നമുക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് 7 ഇൻറ്റു 2 ഇൻറ്റു 3. 7 ഇൻറ്റു 2 14 14 ഇൻറ്റു 3 നമുക്കിവിടെ ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്നത് 4 ഇൻറ്റു 3 12, റിമൈൻഡർ 1, ശിഷ്ടം 1, 3 ഇൻറ്റു 1 3 പ്ലസ് 1 4, 42 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഫിഗറിൻ്റെ വോളിയം കണ്ടുപിടിക്കണം. ഇതിൻ്റെ നീളം നോക്കാം 1 2 3. നീളം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററാണ്. വീതി എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 2 സെൻറ്റിമീറ്ററാണ്. ഉയരം ഹൈറ്റ് എന്ന് പറയുന്നത് 1 2. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഇവിടുത്തെ നീളവും വീതിയും ഉയരമൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വരുന്നത് 3 ഇൻറ്റു 2 ഇൻറ്റു 2, 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 2 12 വരുന്നത്. അപ്പോൾ 12 ക്യൂബിക് സെൻറ്റിമീറ്ററാണ് ഈ ഒരു ഫിഗറിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.